നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണാറില്ല ഹേ കൊച്ചി, അവരുടെ ഒരു റിക്ഷ പോലത്തെ സെറ്റപ്പാണ്, കൊള്ളാം. തിരക്ക് ഒരുമാതിരി തിരക്കായി പോയി. നമ്മളിവിടെ കഴിഞ്ഞ കൊല്ലവും അതിന്റെ മുമ്പത്തെ കൊല്ലൊക്കെ വന്നതാ, പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്രയും ഒരു ഹൈപ്പ് കൊടുത്തിട്ടാണ് ഇത്രയും തിരക്കെന്ന് തോന്നുന്നു. നല്ല ബ്ലോക്കായിരുന്നു കണ്ടില്ലേ. പിന്നെ എന്തിനുള്ള നമ്മ കത്തിക്കണ നമ്മുടെ വേണമല്ലോ, നമ്മ കൊച്ചിക്കാരനാകുമ്പോ കൊച്ചിക്കാരെല്ലാരും ഒരു ഏറ്റവും വലിയൊരു സംഭവം ഹാപ്പിനെസ് ആളാ. അതുകൊണ്ട് എത്തി കഷ്ടപ്പെട്ട് മതിലൊക്കെ ചാടി വണ്ടിയൊക്കെ വലിയോടത്ത് വെച്ച് ഓടിപ്പടഞ്ഞ് സംഭവം ഇവിടെ എത്തിപ്പെട്ട് അത് കാണാൻ പറ്റി. കൊള്ളാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ടീമുകൾ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മിസ്റ്റർ ഫ്രെയിം ടു ഫ്രെയിം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സൂപ്പറാണ്, വീഡിയോസ് ഒക്കെ അടിപൊളിയാണ്. ഹലോ, ഇറ്റ്സ് മീ മിസ്റ്റർ ഫ്രെയിൻറ്ററിൻസ്. അപ്പൊ ഞാൻ നിങ്ങൾ സ്വന്തം മിസ്റ്റർ ഫ്രെയിൻറ്ററിൻസ് ആണ്. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് ട്രീ ആയിട്ടുള്ള കൊച്ചിയിലെ ഒരു ട്രീ കാണാൻ വേണ്ടിയാണ് വലിയ ഗ്രൗണ്ടിൽ എത്തിയേക്കുന്നത്. ഇവിടെ ഫുള്ള് ആളുകൾ ക്രൗഡഡ് ആണ്. ഈ ക്രൗഡറിന്റെ ഇടയിൽ കൂടി ഇതിന്റെ വിശേഷങ്ങളും പിന്നെ ഇവിടെ വന്ന ആളുകളുടെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് ചോദിച്ചറിയാം. ഇത് നമ്മുടെ ഒരു വിഷ്വൽ ബ്യൂട്ടിയിലേക്ക് നമുക്ക് പോവാം. കമോൺ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മള് ഇവിടെ പപ്പാഞ്ഞി ഒരെണ്ണമുണ്ട്, ഇതിനെ കത്തിക്കാനുള്ളതാണ്. ഈ ട്രീയുടെ മുമ്പിൽ പപ്പാഞ്ഞി അവിടെ ഉണ്ട്. ഇവിടെ ഫുള്ള് ആളുകളാണ്, കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് ആളുകളാണ് ഗൈസ്. അപ്പൊ ഇവിടെ നമുക്ക് ഹേ കൊച്ചിയുടെ ഒരു വണ്ടി കാണാൻ പറ്റും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണാറില്ല ഹേ കൊച്ചി, അവരുടെ ഒരു റിക്ഷ പോലത്തെ സെറ്റപ്പാണ്, കൊള്ളാം. പവേർഡ് ബൈ നൈറ്റ്സ് യുണൈറ്റഡ് ഹേ കൊച്ചി. അതിവിടെ ഉണ്ട്, ഹേ കൊച്ചി ഇവിടെ ഉണ്ട്. വേണ്ട അപ്പൊ ഒരു സംഭവം ഉണ്ട്, ഇത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം കേട്ടാ. ഇത് നമ്മുടെ പുൽക്കൂടാണ് ഗൈസ്. ഇപ്പൊ ഹേ കൊച്ചി ഒരുക്കിയേക്കണ പുൽക്കൂടാണിത്. ഫുള്ളും മഞ്ഞും ക്ലൗഡൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ ഹേ കൊച്ചിയുടെ ഇവിടെ മിററൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ഒരു മത്സരം നടത്തുന്നുണ്ട്, അതിന്റെയാണ് ഇവരെ ആളുകളൊക്കെ എടുത്തോണ്ടിരിക്കണം. ഹേ കൊച്ചി പേജ് ഫോളോ ചെയ്യുക, ടേക്ക് പിക്ചർ ക്രിസ്മസ് ട്രക്ക്. ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രക്കാണിത്. റീല് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത ഏകദേശം 10,000 രൂപ ക്യാഷ് പ്രൈസ് ഒക്കെയാണ് ഇവര് അനൗൺസ് ചെയ്തേക്കുന്നത്. 31st അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഫോട്ടോ എടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുക. വളരെയധികം കടകളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ജ്യൂസ് കടയും പിന്നെ ഇവിടെ ക്രിക്കറ്റിന്റെ ബാറ്റും അങ്ങനത്തെ ടോയ്സ് ഒക്കെയുള്ള കടകളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്. വളരെ സെറ്റായിട്ട് ഇങ്ങനെ കടകളെല്ലാം ഉണ്ട് ഇവിടെ. നമ്മളിപ്പോ മുന്നോട്ട് വരുമ്പോഴേക്കും ഇവിടെ കുറെ അധികം ആൾക്കാർ കൂടി ഉണ്ടായി. ഇപ്പൊ എന്താ സംഭവം നമുക്ക് നോക്കാട്ടാ. ഇത് നമ്മള് ലക്കെടുപ്പിനൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടി പോലെ ഇങ്ങനെ എറിയുന്നു. റിങ് എറിഞ്ഞിട്ട് അധികം വാങ്ങാൻ. ഇപ്പൊ കുറെ അധികം ആളുകൾ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഫുള്ള് ഹാപ്പിനെസ് എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. ഓൾറെഡി നമ്മളാ ബലൂൺ എയറിൽ പറഞ്ഞ ബലൂൺസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞ ഒരു ഉത്സവ മോഡിലാണ് ശരിക്കും പറഞ്ഞ കൊച്ചി ഫുള്ളായിട്ട് നിൽക്കണത്. ഇവിടെ വളരെയധികം ആളുകൾ ഇപ്പൊ ഈ സമയം ഒരു 10 മണിയോടെ എന്തായിട്ട് ഇവിടെ ഫുൾ ക്രൗഡഡ് ആണ്. കൊച്ചി ഓണാണ്. ഇവിടെ ഇങ്ങനെ നമ്മുടെ ആ മരത്തിന്റെ ചുറ്റുമാണ്. ഇവിടെ വളരെയധികം കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അവിടെ ഫുള്ള് ക്രൗഡഡ് ആണ്. ഇവിടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് വളരെയധികം സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന ആളുകളുടെ ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാട്ടോ. തിരക്ക് ഒരുമാതിരി തിരക്കായി പോയി. നമ്മളിവിടെ കഴിഞ്ഞ കൊല്ലവും അതിന്റെ മുമ്പത്തെ കൊല്ലൊക്കെ വന്നതാ, പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്രയും ഒരു ഹൈപ്പ് കൊടുത്തിട്ടാണ് ഇത്രയും തിരക്കെന്ന് തോന്നുന്നു. അവിടെ മൊത്തം മറ്റേ തെറിവിളിയും ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ന്യൂ ഇയറിന് വരവുണ്ടാവില്ല, നമ്മൾ ഓൾറെഡി പ്ലാൻ ക്യാൻസൽ ചെയ്തു. ഇനി വേറെ എങ്ങോടെങ്കിലും പോകണം. ഈ ക്രിസ്മസിന് ഇതാണെങ്കിൽ ന്യൂ ഇയറിന് ഒട്ടും കൂടെ എടുക്കാൻ പറ്റില്ല. നമ്മള് നാട്ടുകാരായിട്ട് പോലും ലൈക്ക് എല്ലാ ഇടപെടികളൊക്കെ മൊത്തം ക്ലോസ്ഡ് ആണ്. ഫുള്ള് ക്രൗഡും. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചാനൽ ഇടാൻ വേണ്ടി. സോ പാടാണ്. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. എത്തിപ്പെടാൻ കുറച്ച് ടാസ്ക് ഒക്കെ ഉണ്ടായി. കറക്റ്റ് ടൈമിന് കത്തിക്കണേക്കാട്ടി മുമ്പ് എത്തോന്നറിയാൻ പാടില്ലായിരുന്നു.
പക്ഷെ നല്ല ബ്ലോക്കായിരുന്നു കണ്ടില്ലേ പിന്നെ എന്തിനുള്ള നമ്മ കത്തിക്കണേ നമ്മുടെ വേണമല്ലോ നമ്മ കൊച്ചിക്കാരനാകുമ്പോ കൊച്ചിക്കാരെല്ലാരും ഒരു ഏറ്റവും വലിയൊരു സംഭവം ഹാപ്പിനെസ് ആളാ അതുകൊണ്ട് എത്തി കഷ്ടപ്പെട്ട് മതിലൊക്കെ ചാടി വണ്ടിയൊക്കെ വലിയോടത്ത് വെച്ച് ഓടിപ്പണി സംഭവം ഇവിടെ എത്തിപ്പെട്ട് അത് കാണാൻ പറ്റി കൊള്ള നൈസാണ് ഇത് നല്ലോണം കഷ്ടപ്പെടുന്ന ടീമുകള് നമ്മളെ പരിചയക്കാരൻ തന്നെയാണ് ക്ലബ്ബ് നമ്മളെ ക്ലബ്ബാണ് ചിനൊന്നുമില്ല ഹാപ്പിയാണ് നീ ഹാപ്പിയല്ലേ നീ ഹാപ്പിയല്ലേ ഹാപ്പി ഏതും കൂടി അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് അല്ലാണ്ട് 10 മണി വരെ എല്ലാരും വന്ന് കേറിയിട്ടുള്ളൂ. അതന്നെ ടൈമിങ് കുറവാണ് അതാണ് അമ്മ പോലെ എടുത്ത് ഹാപ്പിയല്ലേ അതാണ് സംഭവം പോലെയാണ് പക്ഷെ വേറെ മിസ്റ്റേക്ക് ആണ് ന്യൂ ഇയറിന് വരാൻ പറ്റില്ല എന്ത് ബ്ലോക്കാണ് വരാൻ പറ്റില്ല ഇപ്പൊ തന്നെ ബ്ലോക്കാണ് ഇവിടെയൊക്കെ വന്നു കയറിയപ്പോ എന്ത് സീനാണ് പോലീസുകാരില്ല ആരില്ല വൻ സീനാണ് അടിപൊളിയായിട്ട് സൂപ്പർ പ്രോഗ്രാമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നു ഈ തവണ ലൈറ്റിംഗ് കണ്ട അടിപൊളിയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മിസ്റ്റർ ഫ്രെയിം ടു ഫ്രെയിം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സൂപ്പറാണ് വീഡിയോസ് ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത് കേട്ടോ. അടിപൊളി. അപ്പൊ ഇത് നമ്മുടെ കൊച്ചിയിലെ വൈറലായ ട്രീയുടെ മുമ്പിലെ കാഴ്ചകളും അവിടെയുള്ള വന്ന ആളുകളുടെ എക്സ്പീരിയൻസും എല്ലാം നമ്മൾ കേട്ടായിരുന്നു. അപ്പൊ നമ്മുടെ ന്യൂ ഇയറിന് എന്തായാലും കൊണ്ട് അടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം ഇപ്പൊ ഈ മരം വൈറലായപ്പോ തന്നെ ഈ വലിയ ഗ്രൗണ്ടിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ന്യൂ ഇയറിന് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരാൻ പറ്റില്ല. വന്നവരൊക്കെ മെയിൻ ആയിട്ട് വെള്ളവും കൈകാലുള്ള ഫുഡും പിന്നെ എന്തുട്ടാ ഒരു 3 മണിയൊക്കെ ആകുമ്പോ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് എത്തിക്കോളണം. കാരണം കാർണിവലും എല്ലാം കാണാൻ വേണ്ടി വന്നവരുണ്ട്. ഈ പ്രാവശ്യം എന്തായാലും ഹെവി ക്രൗഡഡ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ കാണുമെന്ന പ്രതീക്ഷ. ദിസ് ഈസ് മിസ്റ്റർ ഫ്രെയിം സൈനിങ് ഔട്ട്.